നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. സാധ്യതകളെ യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന ഭരണ നേതൃത്വമാണ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരേണ്ടതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ്. BJP ഇരിങ്ങാലക്കുട മുനിസിപ്പൽ നേതൃത്വ യോഗത്തിൽ പങ്കെടുത്ത ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസന സങ്കല്പം മുന്നോട്ട് വെച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന BJP കൃത്യമായി അത് നടപ്പാക്കിയ ചരിത്രമാണുള്ളത്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനശ്രദ്ധ തിരിക്കാനാണ് UDF-ഉം LDF-ഉം ശ്രമിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. ഇതിപ്പോൾ ഇലക്ഷൻ്റെ കാര്യങ്ങളും അതിൻ്റെ എന്താണ് സ്റ്റേറ്റസ് നോക്കാൻ വന്നിരിക്കുകയാണ്. നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. ഈ ജില്ലയിൽ നമുക്ക് എത്ര സാധ്യതയുണ്ട്, എൻ്റെ കോൺഫിഡൻസും ഉണ്ട്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം, ഒരു വികസിത ഇരിങ്ങാലക്കുട ഇവിടെ സൃഷ്ടിക്കാൻ പാർട്ടി ഇറങ്ങിയിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ജനങ്ങൾ ഒരു അവസരം തരുന്നതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹവും ഞങ്ങളുടെ ഒരു വിശ്വാസം. സംസ്ഥാനത്തിനെ കുറിച്ച് സംസാരിക്കാണോ, ജില്ലേനെ കുറിച്ചാണോ, ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിനെ കുറിച്ചാണോ, മാറി മാറി ഭരിച്ച ഒരു UDF-ഉം LDF-ന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായി കണ്ടിട്ടുണ്ടല്ലോ. നാടിൻ്റെ സ്ഥിതി എന്താണ്, മുനിസിപ്പാലിറ്റിൻ്റെ സ്ഥിതി എന്താണ്, ഒരു വികസനവും ഇല്ല, ഒരു പ്ലാനും ഇല്ല, ഒരു വിഷനും ഇല്ല. എവിടെ നോക്കിയാലും അഴിമതി. ഞങ്ങൾ കൃത്യമായി പരിശോധിക്കുമ്പോൾ മുനിസിപ്പാലിറ്റീൻ്റെ ബഡ്ജറ്റിൽ 30-35% വേസ്റ്റ്ഫുൾ എക്സ്പെൻഡിച്ചറാണ്. ഇവിടെ വികസനം നടന്നിട്ടില്ല. അങ്ങനെ ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി നടക്കുന്നില്ല. എത്രയോ സാധ്യതയുണ്ട്. സാധ്യതയെ യാഥാർത്ഥ്യമാക്കാൻ ഇവിടെ ഒരു കഴിവുള്ള താല്പര്യമുള്ള ഒരു ഭരണം വരണം. അത് BJP പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ്. നരേന്ദ്രമോദിജിന് പഠിച്ച ഒരു പാർട്ടിയാണ്. അത് ഇവിടെ ഞങ്ങൾ അവതരിപ്പിക്കാൻ ഞങ്ങളൊരു ആഗ്രഹമുണ്ട്. അത് ജനങ്ങളെ അവസരം തരുന്നതാണ് ഞങ്ങളൊരു. മതപരിവർത്തന നിരോധന നിയമം പിൻവലിക്കണമെന്ന് രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള അവകാശ സംരക്ഷണ യാത്രയ്ക്ക് ഇരിങ്ങാലക്കുടയിൽ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണഘടന ഉറപ്പു നൽകുന്ന മതേതരത്വം സംരക്ഷിക്കാൻ ഭരണാധികാരികൾ തയ്യാറാവണം. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണമെന്നും ശുപാർശകൾ നടപ്പിലാക്കും വരെയും കത്തോലിക്ക സമൂഹം സമരരംഗത്തായിരിക്കുമെന്നും മാർ പോളി കണ്ണൂക്കാടൻ പറഞ്ഞു. കത്തോലിക്ക കോൺഗ്രസ് രൂപത പ്രസിഡന്റ് ഡേവിസ് ഊക്കൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റും ജാഥ ക്യാപ്റ്റനുമായ പ്രൊഫസർ രാജു കൊച്ചുപറമ്പിൽ, രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോളി വടക്കൻ, കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ, ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ, രൂപത ഡയറക്ടർ ഫാദർ ലിജു മഞ്ഞപ്രക്കാരൻ, ഗ്ലോബൽ സെക്രട്ടറിമാരായ ഡോക്ടർ ജോസുകുട്ടി ഒഴുകയിൽ, പത്രോസ് വടക്കുംചേരി, കത്തോലിക്ക കോൺഗ്രസ് രൂപത ജനറൽ സെക്രട്ടറി ഡേവിസ് തുളുവത്ത്, ട്രഷറർ ആന്റണി തൊമ്മാന, ജനറൽ കൺവീനർ ടെൽസൺ കോട്ടോളി എന്നിവർ പ്രസംഗിച്ചു. ഇന്ന് ഭരണഘടന അനുശാസിക്കുന്ന മതസ്വാതന്ത്ര്യം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു രംഗം ഉണ്ട്. ആന്റി കൺവെർഷൻ ബില്ലിന്റെ ഓമനത്വം പ്രകടമാക്കിക്കൊണ്ട് അതിന്റെ പേരില് ന്യൂനപക്ഷങ്ങള് ഒരു പ്രത്യക്ഷമായും പരോക്ഷമായും പീഡിപ്പിക്കപ്പെടുമ്പോൾ ഈ അവകാശയാത്ര ഭാരതത്തിലെ ഭരണഘടന അനുശാസിക്കുന്ന മനഃസ്വാതന്ത്ര്യം നിലനിർത്തുവാൻ ആവശ്യപ്പെടുകയാണ്. ഇത് ഏതെങ്കിലും മതത്തിനെതിരായിട്ടുള്ളതല്ല, മറിച്ച് മതസ്വാതന്ത്ര്യത്തെ അച്ചുടയ്ക്കാൻ ശ്രമിക്കുന്ന സാമൂഹ്യ ദ്രോഹികൾക്കെതിരെ ശബ്ദമുയർത്തുവാനുള്ള വേദിയാണ്. അതുകൊണ്ട് തന്നെ നാം ഒരുമിച്ച് ഭരണഘടന അനുശാസിക്കുന്ന വിധത്തില് മതസ്വാതന്ത്ര്യം ഭാരതത്തിലെ എല്ലാ പൗരനും ലഭിക്കണം.
ആന്റി കൺവേർഷൻ ബിൽ പിൻവലിക്കണമെന്ന് ഈ യോഗം ആവശ്യപ്പെടുകയാണ്. ഇതുപോലെ തന്നെ ഇന്ന് വിശ്വാസ മൂല്യങ്ങള് പരിഹാസത്തിന് വിധേയമാകുന്ന രംഗങ്ങളുണ്ട്. ഏതൊരു മതത്തിന്റെയും വിശ്വാസത്തെ പരിഗണിക്കേണ്ടത്, ബഹുമാനിക്കേണ്ടത് ഏതൊരു വ്യക്തിയുടെയും കടമയാണ്. അവിടെ വിശ്വാസത്തിന് വിരുദ്ധമായിട്ടുള്ള വർഗീയ ശക്തികള് ഉണർന്നെഴുന്നേറ്റ് വിശ്വാസത്തിന്റെ മൂല്യങ്ങളെ ചവിട്ടിമെതിക്കാൻ ശ്രമിക്കുന്നത് ഈ യോഗം അപലപിക്കുന്നു. അതൊരിക്കലും ഭാരതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ പ്രഥമ ടൂറിസം ഡെസ്റ്റിനേഷൻ മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ പുല്ലൂർ ചിറയോരം ടൂറിസം പദ്ധതിയുടെ 3ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ചിൽഡ്രൻസ് പാർക്കും ബോട്ടിംഗും അടങ്ങുന്ന 3ാം ഘട്ടം മാർച്ച് മാസത്തിൽ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പിള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വേളൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ധനീഷ്, മുരിയാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സരിത സുരേഷ്, കെ യു വിജയൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എ എസ് സുനിൽകുമാർ, മണി സജിയൻ, നിജി വത്സൻ, വേളൂക്കര ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലീന പി എസ്, വിപിൻ തുടിയത്ത്, ജില്ലാ പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സനൽകുമാർ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം ശാലിനി, ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിന്ദു സതീശൻ, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സിമി സെബാസ്റ്റ്യൻ എന്നിവർ പ്രസംഗിച്ചു. പിടിച്ച് നടത്തുന്ന ഒരു സംരംഭം എന്ന നിലയിൽ, ആദ്യ പദ്ധതി എന്ന നിലയിൽ ജനങ്ങൾ വലിയ സ്വീകാര്യതയോടെ ഏറ്റെടുക്കുന്ന ഒരു പ്രൊജക്റ്റ് ഇത് മാറിയെന്നുള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷവും അഭിമാനവുമുണ്ട്. 50 ലക്ഷം രൂപ സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെയും 25 ലക്ഷം MLA ഫണ്ടിലൂടെയും 21 ലക്ഷം പഞ്ചായത്ത് പദ്ധതിയിലൂടെയും കണ്ടെത്തിക്കൊണ്ട് ഇതെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഈ ടൂറിസം വികസന പദ്ധതി സാക്ഷാത്കരിച്ചിട്ടുള്ളത്. വളരെ ജനപങ്കാളിത്തത്തോടു കൂടി നമ്മളെല്ലാവരും അത് ഉദ്ഘാടനം ചെയ്തത് നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാകുമെന്ന് കരുതുകയാണ്. നമ്മുടെ വേളൂക്കര ഗ്രാമപഞ്ചായത്തിനും ഇതിൻ്റെ ക്രെഡിറ്റ് അവകാശപ്പെടാൻ സാധിക്കും. ഇതിന് ചുറ്റുമുള്ള റോഡുകളുടെ വികസനവുമായി ബന്ധപ്പെട്ട് നല്ല ഇടപെടലാണ് വേളൂക്കര ഗ്രാമപഞ്ചായത്ത് നടത്തിയത്. ഇപ്പോൾ ഒരു ബോട്ടിങ്ങിനുള്ള സാധ്യത കൂടി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഏർപ്പെടുത്തുന്നു എന്നുള്ളതിൽ നല്ല സന്തോഷമുണ്ട്. വളരെ സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ ജോസിനോട് പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കും എന്ന് അദ്ദേഹം വാക്ക് തന്നിട്ടുണ്ട്. ഇരിങ്ങാലക്കുട നഗരസഭ പദ്ധതി വിഹിതവും ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലെ HMC ഫണ്ടും ഉപയോഗിച്ച് വിപുലീകരിച്ച മോർച്ചറി ബ്ലോക്കിന്റെയും 4 ചേംബർ ഫ്രീസറിന്റെയും ശുചിമുറി യൂണിറ്റിന്റെയും ഓപ്പൺ ജിമ്മിന്റെയും ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് നിർവഹിച്ചു. മുനിസിപ്പൽ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഫെനി എബിൻ വെള്ളാനിക്കാരൻ, അംബിക പള്ളിപ്പുറത്ത്, ജെയ്സൺ പാറേക്കാടൻ എന്നിവർ ആശംസകൾ നേർന്നു. വാർഡ് കൗൺസിലർ PT ജോർജ് സ്വാഗതവും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ MG ശിവദാസ് നന്ദിയും പറഞ്ഞു. 22-23 പദ്ധതി ആണ് നമ്മൾ വെച്ചിരുന്നത്. നമ്മുടെ മോർച്ചറിയുടെ നവീകരണം, അതോടൊപ്പം 4 ചേംബേഴ്സ്, നമ്മുടെ ചേംബറുകൾ ഫ്രീസറുകളും വെച്ചു. നമ്മുടെ ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 കൊല്ലം മുമ്പ് ഇവിടെ വന്നിരുന്ന് പോയവർ വീണ്ടും അത് വന്ന ഈ ഹോസ്പിറ്റൽ കണ്ടാൽ മനസ്സിലാകില്ല. അത്തരത്തിൽ മാറ്റങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞു. അതുപോലെ ഒത്തിരിയേറെ നല്ല നല്ല വികസന പ്രവർത്തനങ്ങൾ നടന്ന് നമ്മുടെ ഈ പ്രദേശത്തുള്ള നമ്മുടെ ഒത്തിരി ദൂരങ്ങളിൽ നിന്നൊക്കെ വരുന്നുണ്ട്. ഈ നിയോജക മണ്ഡലത്തിലെ ഒട്ടുമിക്ക ആൾക്കാരും ഈ ഇരിങ്ങാലക്കുട നമ്മുടെ ഈ ജനറൽ ആസ്പത്രിയിൽ വന്ന് ആരോഗ്യ സേവനം ലഭ്യമാക്കുന്നുണ്ട്. അപ്പം അവർക്കൊക്കെ ഉപയോഗത്തക്ക രീതിയിലാണ് നമ്മുടെ മോർച്ചറിയും 4 ചേംബർ 4 ആളെ അതിനകത്ത് നമുക്ക് മോർച്ചറിയിൽ സൂക്ഷിക്കാനുള്ള സൗകര്യം ഉണ്ട്. പണ്ട് നമുക്ക് അതിന് പറ്റിയിരുന്നില്ല, ഒരാളെയാണ് നമുക്ക് ഫ്രീസറിൽ വയ്ക്കാൻ സാധിച്ചത്. അപ്പം അതൊരു വലിയൊരു കാര്യമാണ്. കാരണം ഒത്തിരി ദൂരേക്കൊക്കെ നമുക്ക് പോകേണ്ട ഒരു സാഹചര്യം ഇല്ല. അതുപോലെ അല്പം നമ്മുടെ സാമ്പത്തികമായ ഒരു നേട്ടവും നമുക്കിതിൽ നിന്നുണ്ട്. കാരണം വരുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് സമീപിക്കാവുന്ന രീതിയിലുള്ളൊരു വിലയാണ് അവർക്കത് കൊടുക്കേണ്ടതുള്ളൂ.
ഇരിങ്ങാലക്കുട കാട്ടുങ്ങച്ചിറ ഷോൺസ്റ്റോട്ട് മാതാവിന്റെ കപ്പേളയിലെ തിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രൊവിഡൻസ് പ്രൊവിൻസ് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഫാദർ പോൾ പനങ്കുളം, MTA പ്രൊവിൻസ് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഫാദർ പുഷ്പരാജ് എന്നിവർ സഹകാർമ്മികരായിരുന്നു. മനുഷ്യവർഗത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രനെ നിങ്ങൾക്ക് നൽകിയത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. മിശിഹായുടെ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തെ ഞങ്ങൾക്ക് മാതാവായി നൽകിയ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. രക്ഷാകര രഹസ്യത്തിന്റെ അനുസ്മരണവും ആഘോഷവുമായി വിശുദ്ധ കുർബാന മാതാവിന്റെ തിരുനാളിനത്തിൽ യോഗ്യതാപൂർവം അർപ്പിക്കുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സ്ഥലത്തിന്റെ പാചക വിദഗ്ധൻ കടുപ്പശ്ശേരി കച്ചേരിപ്പടി ആചാര്യമഠം ഉണ്ണിസ്വാമി അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12-ന് നടക്കും. രാജലക്ഷ്മി ഭാര്യയും സത്യൻ, ഗിരീഷ്, കണ്ണൻ എന്നിവർ മക്കളുമാണ്. ശ്രീജ, ഹരിത, സരിത എന്നിവർ മരുമക്കളാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.